അവളുടെ അട്ടഹാസം കള്ളിയങ്കാട്ടിൽ മുഴങ്ങി. രാത്രികാലങ്ങളിൽ ആ വഴി പോകുന്ന പുരുഷന്മാരെ അവൾ തന്റെ സൗന്ദര്യം കൊണ്ട് വശീകരിച്ച്. വർഷങ്ങൾ കടന്നുപോയി. നമ്പി ഒരു വലിയ പണ്ഡിതനും ധനികനുമായി മാറി. പഴയ കഥകളെല്ലാം അവൻ മറന്നിരുന്നു. എന്നാൽ നീലി ഒന്നും മറന്നിരുന്നില്ല. അവൾ നമ്പിക്കായി കാത്തിരുന്നു. ഓരോ യാത്രക്കാരനിലും അവൾ നമ്പിയെ തിരഞ്ഞു. ഒരു ദിവസം ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനായി നമ്പിക്ക് കള്ളിയങ്കാട് വഴി യാത്ര ചെയ്യേണ്ടി വന്നു. അവന്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ ഒരു ഭയമായി നിറഞ്ഞു. വഴിയിൽ ഒരു സുന്ദരിയായ സ്ത്രീ ഒരു കൈക്കുഞ്ഞുമായി നിൽക്കുന്നത് അവൻ കണ്ടു. അവൾ തന്റെ സഹായം അഭ്യർത്ഥിച്ചു. അത് നീലിയാണെന്ന് നമ്പിക്ക് മനസ്സിലായി. അവൻ ഭയന്നു വിറച്ചു. അവൻ അവളെ അവഗണിച്ച് മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു. അവൾ അവനെ പിന്തുടർന്നു. അണ്ണാ, എന്നെയും കുഞ്ഞിനെ ഈ രാത്രി തനിച്ചാക്കി പോകരുതേ എന്ന് കരഞ്ഞപേക്ഷിച്ചു. ഭയന്നുപോയ നമ്പി അടുത്തുള്ള ഒരു പ്രസിദ്ധനായ മന്ത്രവാദിയുടെ അടുത്തേക്ക് ഓടി. കടമ്പുഴ പോറ്റി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പോറ്റി തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് നീലിയുടെ ശക്തിയെ തളയ്ക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ഒരു വിശുദ്ധമായ പനയോലയും ഒരു ഇരുമ്പാണിയും നമ്പിക്ക് നൽകി. ഈ പനയോല കയ്യിലുള്ളപ്പോൾ അവൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അടുത്തുള്ള പനയിൽ ഈ ആണി തറച്ചാൽ അവൾ അതിൽ ബന്ധിക്കപ്പെടും. നമ്പി അതും വാങ്ങി യാത്ര തുടർന്നു. നീലി വീണ്ടും അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഈ തവണ അവന്റെ മരിച്ചുപോയ സഹോദരിയുടെ രൂപത്തിൽ. സഹോദരിയുടെ രൂപത്തിലുള്ള അവളെ കണ്ടപ്പോൾ നമ്പിയുടെ മനസ്സിൽ അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പനയോല താഴെ വെച്ചു. ആ നിമിഷം നീലി തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. അവൾ ഭീകരമായി അട്ടഹസിച്ചുകൊണ്ട് നമ്പിയുടെ നേർക്ക് ചാടി വീണു. അവന്റെ കയ്യിലിരുന്ന ആണി തെറിച്ചുപോയി. നീലി അവന്റെ നെഞ്ച് പിളർന്ന് രക്തം കുടിച്ചു. അവളുടെ വർഷങ്ങൾ നീണ്ട പ്രതികാരം പൂർത്തിയായി. കള്ളിയങ്കാട്ടിൽ അവളുടെ അട്ടഹാസം വീണ്ടും